ഹലോ ഗൈസ്, രാവിലെ തന്നെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ കാറിലാണ് ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേര് ഹോസ്പിറ്റലിലെത്തി, കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ അമ്മയെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഷർ ചെക്ക് ചെയ്യുക. അങ്ങനെ പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിട്ടുണ്ട്. അമ്മയെ അകത്തിരുത്തി പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വെളിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഗുളികയും മരുന്ന് മേടിച്ചിട്ട് വെളിയിൽ വന്ന് നിൽക്കുവാണ്. കൂട്ടുകാരൻ കാർ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരൻ കാറും കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ 3 പേര് നാരങ്ങവെള്ളം കുടിക്കുകയാണ്. നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ തണുക്കാനായിട്ട്. അങ്ങനെ അമ്മയെ വീട്ടിലോട്ടാക്കിയിട്ട് കൂട്ടുകാരൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് പറയാം. അങ്ങനെ അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓടിപ്പോയി കാറിൽ കയറട്ടെ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ ഈ ഷോപ്പിലോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർ നമ്മുടെ വണ്ടിയുടെ ബോണറ്റൊക്കെ പൊക്കി പണി തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കടയിൽ വന്നിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയുടെ ബാക്കിലോട്ട് വയറ് വലിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിലേക്ക് JBLും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ഈ കടയിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഗിയർ ലിവറിന് ബൂട്ട് തയ്ച്ച് സെറ്റാക്കി ഇടാനാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് നേരെ ആക്രി കടയിലോട്ട് പോകണം. ആ ബൂട്ടിന് എന്തോ ക്ലിപ്പോ കാര്യങ്ങളോ വരുന്നുണ്ട്. അപ്പോൾ അതില്ല. അപ്പോൾ ആക്രി കടയിൽ നിന്ന് എടുക്കണം. അപ്പോൾ കാറിൻ്റെ സെക്കൻഡ് ഹാൻഡ് സാധനം കിട്ടുന്ന സ്ക്രാപ്പ് കടയിലെല്ലാം കയറി ഞങ്ങൾ ഊപ്പാട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടിയുടെ സാധനം കിട്ടാതെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ചെറിയ പണി കിട്ടുന്നത്. അങ്ങനെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ വണ്ടി വഴിയിൽ പണി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം വണ്ടി ഉന്തിത്തള്ളി ഓരോ വർക്ക്ഷോപ്പിലോട്ട് കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ എങ്കിലും മേശിരിമാരോ അല്ലെന്നുണ്ടെങ്കിൽ കടയിലെ ആളുകളോ ഇല്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും ഒരുവിധം എങ്ങനെയെങ്കിലും വണ്ടി ഉന്തിത്തള്ളി സ്റ്റാർട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.